അപ്പൊ നമ്മളെ ഒന്ന് വിളിച്ചോ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് പോലും നമുക്ക് അയച്ചില്ലല്ലോ. ചില ബന്ധങ്ങൾ അകരാൻ ചിലപ്പോൾ ഒരു മിസ്ഡ് കോൾ തന്നെ ധാരാളം. ഹലോ ഹലോ ചേച്ചി, പറയടി. അമ്മ കഴിഞ്ഞ ദിവസം ചേച്ചിനെ വിളിച്ചായിരുന്നോ? ആടി വിളിച്ചായിരുന്നു. ഞാൻ പനിയായിട്ട് കിടക്കുമല്ലായിരുന്നോ, കണ്ടില്ലായിരുന്നു. എന്നാടി എന്നാ കാര്യം? ചേച്ചി എന്നെയും വിളിച്ചായിരുന്നു. പക്ഷെ ഞാനാണെന്നുണ്ടെങ്കിൽ സൺഡേ അല്ലായിരുന്നു, അതുകൊണ്ട് ഇവിടുന്ന് ഉറക്കമായിരുന്നു. അപ്പോൾ ഫോൺ സൈലൻ്റ് ആയതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. പിന്നെ കഴിഞ്ഞ ദിവസം കണ്ടേ. എന്നാടി എന്നാ പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേച്ചി, പിന്നെ അമ്മുവില്ലേ, അവൾ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മാവൻ വിളിച്ചില്ലേ, അത് അപ്പുചേട്ടൻ്റെ കല്യാണ നിശ്ചയം നമ്മുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. കല്യാണമൊക്കെ ഉറപ്പിച്ചോ? കഴിഞ്ഞ ദിവസം പെണ്ണ് കാണാൻ പോയ വിവരമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷെ കല്യാണം ഉറപ്പിച്ച് എൻഗേജ്മെന്റ് ആയതൊന്നും ഞാൻ അറിഞ്ഞില്ലാടി. ഞാനും ഇപ്പോഴാണ് അറിഞ്ഞേ. ഞാൻ എന്തായാലും അമ്മാവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശരി, എന്നാ ചേച്ചി ഒന്ന് വിളിക്കും. ഹലോ അമ്മാവ. ഹലോ, ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നല്ലോ നിങ്ങൾ രണ്ടുപേര്. നിങ്ങൾ ഫോൺ എടുത്തില്ല, കീർത്തനെ ഫോൺ എടുത്തു. അത് അമ്മാവ, എനിക്ക് പനിയായിരുന്നു, എനിക്ക് ഭയങ്കര പനിയായിരുന്നു. അപ്പം ഞാൻ ഗുളികയെല്ലാം കഴിച്ചിട്ട് ക്ഷീണമായിട്ട് കിടക്കുമായിരുന്നു. ഞാൻ കോള് കണ്ടില്ലായിരുന്നു, അതാ. ഫുൾ ടൈം ഉറക്കമായിരുന്നു അമ്മാവ. ഫുഡ് പോലും കഴിക്കാൻ വേണമെന്നില്ലായിരുന്നു, ഭയങ്കര പനിയായിരുന്നു. പിന്നെ എന്നാ ഉണ്ടമ്മാവ? അപ്പൂന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? എന്നാ നിശ്ചയം? എവിടെ വെച്ചാ? നിശ്ചയം പെണ്ണിന്റെ വീട്ടിൽ വെച്ചാ. ആണോ? അപ്പൊ നമ്മൾ എങ്ങനെയാ പോകുന്നേ? ആരൊക്കെയാ പോകുന്നേ? ഞങ്ങൾ ഇവിടുന്ന് ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആണോ? എന്നാ ഞാനും കീർത്തനയും വന്നേക്കാം, നമുക്ക് ഒരുമിച്ച് പോവാലോ. അതുപോലെ ഇവിടെ വണ്ടി മുഴുവൻ ഫില്ലായില്ലോ. ആണോ? നിങ്ങക്ക് വേറെ വണ്ടി ഉണ്ടെങ്കിൽ എന്നാ ഞാൻ കണ്ണനോട് ചോദിച്ചിട്ട് പറയാം. എന്നാ നിങ്ങൾ എന്താണെന്ന് ചെയ്യും, എനിക്കിവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു. എന്നാ ശരി അമ്മാവ. ഓക്കെ, ശരി. ചേച്ചി വിഷമിക്കാതെ, എന്തായാലും നമ്മളെ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഒരാളെയും കൂടെ എങ്കിലും വിളിക്കത്തില്ല. അത് ശരിയാ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും അയക്കായിരുന്നു. നമുക്ക് കാർഡെങ്കിലും ഒന്ന് അയച്ചു തന്നോ? അതെ, നിശ്ചയത്തിന്റെ കാര്യം കാർഡൊക്കെ എല്ലാവരും സ്റ്റോറിയും എല്ലാവരും ഇട്ടല്ലോ, നമുക്കൊന്നും അയച്ചു തന്നില്ല. ഒരു ഒന്നെങ്കിലും ഒന്ന് നമ്മളോട് പറയായിരുന്നു അല്ലേ? ശരി. അല്ല, അവിടെ ആരെങ്കിലും ഒരാൾ നമ്മളോട് പറയായിരുന്നു. ആരും പറഞ്ഞില്ല. എന്നാലും അപ്പൊ നമ്മളെ ഒന്ന് വിളിച്ചോ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് പോലും നമുക്ക് അയച്ചില്ലല്ലോ. ഇതുണ്ടോ, എല്ലാരും സ്റ്റാറ്റസും വീഡിയോയും എല്ലാം ഇട്ടിട്ടുണ്ട്. പോയാലോ? നമ്മളെ ചെല്ലാന്നുള്ള രീതിക്ക് അവരൊന്നും ചെയ്യുന്നില്ല. പിന്നെ വരുത്തിയെന്നുള്ള രീതിക്ക് വിളിച്ചിട്ട് നമ്മളെ അതും ശരിയാ. നമുക്ക് വലുതല്ലാത്തവരുടെ അടുത്ത് പോയിട്ട് എങ്ങനെയല്ലേ? ചില ബന്ധങ്ങൾ അവസാനിക്കുന്നത് വഴക്കുകൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് നമ്മൾ ശരിക്കും അവർക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണോ എന്ന തോന്നൽ കൊണ്ടുകൂടിയാണ്.